ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ടൗണിലേക്കാണ് പോണത്. എന്താണ് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻ്റൽ ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നവരാത്രി റിലേറ്റഡ് ആയിട്ട് ഒരു ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് റെൻ്റൽ എടുക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ സുന്ദർ മഹലിലേക്ക് പോണ പോക്കാണിത്. ആക്ച്വലി ആ ഷൂട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. ചിലവർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ രസമായില്ല എന്ന് പറഞ്ഞവരുണ്ട്, ചേച്ചിക്ക് ഇത് ചേരുന്നില്ല പറഞ്ഞവരുണ്ട്, ചിലർ നന്നായി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, ബോഡി ഷേമിങ് ചെയ്ത ആൾക്കാരുണ്ട്. സോ ആൾക്കാർ ഡിഫറെൻറ്റ് ടൈപ്സ് ആണല്ലോ, അപ്പോൾ അവർ പറയുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ ഞാനത് അക്സെപ്റ്റ് ചെയ്യണു. ആൻഡ് ഇനി വാട്ടെവർ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കാറ്. അത് വേറെ ഒന്നുകൊണ്ടും അല്ല, ഇപ്പം നമുക്കിപ്പോൾ ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ, അയ്യോ എനിക്ക് തടി കൂടുതലാണ്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് പ്രായം തോന്നുമോ, അല്ലെങ്കിൽ എനിക്ക് അത് ചേരുമോ, അതാണ് ഇതാണെന്ന് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. എനിക്കിഷ്ടമാണെങ്കിൽ ഞാനത് ചെയ്യുക. അല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം അയ്യോ അതെനിക്ക് ചെയ്യാമായിരുന്നു, ഞാൻ ഇതുവരെ അത് ചെയ്തില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഞങ്ങളിത് അംബിക റെസ്റ്റോറൻറ്റിൽ പോയി നന്നായിട്ട് അങ്ങോട്ട് ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ അതാ സുന്ദർ മഹലിലേക്ക് വെച്ച് പിടിക്കുകയാണ്. വണ്ടി ഞങ്ങൾ ഗോകുലമാളിൽ വെച്ചിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ ഓട്ടോയൊക്കെ വിളിച്ച് നമ്മൾ സുന്ദർ മഹലിലെത്തി. ഇവിടുത്തെ സ്റ്റെപ്പ് കയറുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ കഷ്ടം. ഇത്രയും മുകളിലേക്ക് കയറണം കേട്ടോ. അങ്ങനെ കയറി നമ്മളിതാ അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ്, അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം എടുത്തു. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു ട്വിസ്റ്റ്. നമുക്ക് വേണ്ട ഒരു സാധനം വേറെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ തലയിൽ തന്നെ കുരുങ്ങി. എന്താണെന്നല്ലേ ഈ സാധനം. ഈ ശൂലവും പിടിച്ചുകൊണ്ട് ഇത് എങ്ങനെ അവിടെ വരെ പോകും? കാറാണെങ്കിൽ ഇവിടേക്ക് എടുത്തിട്ടുമില്ല. ഇത് ഞങ്ങൾ മനസ്സിൽ വിചാരിക്കണേയല്ല, അല്ലേ കാർ ഇവിടെ എവിടെയും കൊണ്ട് വെച്ചേനെ. അപ്പോൾ ഈ സാധനം പിടിച്ച് പോലാണ് ഇന്നത്തെ നമ്മളെ വലിയ ടാസ്ക്. എന്തായാലും അല്ലുട്ടൻ്റെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൈസ ഞാൻ ഇവിടെ സുന്ദർമാരിൽ കെട്ടേണ്ടി വരും. അതുകൊണ്ട് ഓൻ്റെ കൈ കൊടുക്കാൻ പറ്റില്ല. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു മൈൽ അപ്പുറത്താണ് നടക്കുന്നത് കേട്ടോ. ഇവളായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലാന്ന് മട്ട് കണ്ടോ, രണ്ടെണ്ണം മുന്നിൽ പോവാം, ഞാനിതാ ഈ സാധനവും പിടിച്ച് ബാക്കിൽ. നാട്ടുകാരൊക്കെ നോക്കൂലേ. അവസാനം ഞാൻ ആ ശൂലത്തിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് ഒരു കവറിങ് ഒക്കെ കൊടുത്തിട്ടാണ് വണ്ടി കയറി. ഇത് ചിരിക്കുകയാണ് കേട്ടോ ഈ സാധനം. ഇനിയിപ്പോൾ അത് കാറിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിലും ഏറ്റവും വലിയ ടാസ്ക് ഈ ഗോകുലമാളിൽ കൂടെ ഞാൻ എങ്ങനെ ഇത് പിടിച്ച് പോകും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും വൈശാഖായിട്ട് അത് വാങ്ങണമില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ ടാസ്ക്കാണ് ഗൈസ്. അങ്ങനെ അത് ഓട്ടോ ഇറങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാൻ, അതും പിടിച്ച് നടക്കില്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇതും പിടിച്ച് അങ്ങനെ നടന്ന്, അല്ലാണ്ട് ഇപ്പം എന്താക്കാനാ, ആൾക്കാരൊക്കെ നോക്കണ്ടെന്ന് പോലും ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ താഴെ ഇട്ടിട്ട് വന്നേനെ. ഏട്ടാ മുമ്പിൽ നടന്നൊരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. മൂപ്പർക്ക് ഇത്തിരി ഹരേ, സാധാരണ മൂപ്പരാണല്ലോ ട്രോളിൽ. ഇപ്പോൾ തിരിച്ചെന്ന് ട്രോളാൻ കിട്ടുന്ന അവസരം മൂപ്പർ മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. ബൈ ദ വേ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? പോസിറ്റീവും നെഗറ്റീവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യണം. ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ രണ്ടും വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ നെഗറ്റീവ് പറയുന്നവരോട് അത് മാന്യമായി പറയാൻ എപ്പോഴും ശ്രമിക്കുക. മറ്റൊരാളെ മെൻ്റലി ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാണ്ടിരിക്കുക. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്കതൊക്കെ ഒരു ഈസി വേയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈസി ഒരു ഫണ്ണി ആയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതല്ലാത്തവർക്ക് അത് വിഷമമാവതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, ബൈ.